നമ്മള് കോഴിക്കോട് ഹൽവ ഉണ്ടാക്കാനായി ആദ്യം നമ്മള് ബൗൾ എടുക്കുന്നു. അതിലേക്ക് കുറച്ചുണ്ടല്ലോ നമ്മള് മൈദ അതിലേ കുറച്ചല്ലേ ആ പഞ്ചസാര അങ്ങ് ഇടുക. എന്നിട്ട് പഞ്ചസാര ഇട്ട് എന്ത് ചെയ്യണം? ഇത് റെഡി ആവും. ഈ മൈദ അങ്ങോട്ട് ഇളക്കുന്നില്ലല്ലോ. ഇതിപ്പോ മൈദ ഇളക്കി കുറച്ച് നേരത്തേക്ക് അത് പുച്ചോ അതാ ഇത് എനിക്ക് എന്നെ കൊണ്ട് നടക്കും തോന്നില്ല. ഞാൻ ആദ്യം ഒരു പാത്രം എടുക്കും. അതിലേക്ക് മൈദ ഇട്ട് അതിലേക്ക് ഇളക്കി പഞ്ചസാര ഇട്ട് ദേഷ്യം പഞ്ചസാര ഇടൂ. പഞ്ചസാര ഇട്ട് നല്ലവണ്ണം ഇളക്കി അതിലേക്ക് അണ്ടി മുന്തിരിയെല്ലാം ഇട്ട് നല്ലോണം ഇളക്കി ഓവനിൽ വെച്ച് കരഞ്ഞുകൊണ്ട് മധുരം ഉണ്ടാക്കാൻ പറ്റുമോ? ന്യായമായ ചോദ്യം. കരഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെ മധുരം ഉണ്ടാക്കും? അത് കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സീനത്തേച്ചിയും ശ്രുതിയും പിന്നെ അവിടെ നിൽക്കുന്ന എല്ലാരും വളരെ നന്നായിട്ട് മത്സരിച്ചു. ആൻഡ് ദ വിന്നർ ഈസ് എന്റെ ടീം അമ്മനെ ശ്രുതി പറയല്ലോ. ഞാൻ നീതു പറയും. എന്നൊരു കാര്യം ചെയ്യാം, ഇവരെ തമ്മിൽ കോമ്പീറ്റ് ചെയ്യുക. നിങ്ങൾ ആരാണ് ഏറ്റവും നന്നായിട്ട് നമ്മുടെ സൂര്യയെ പ്രപ്പോസ് ചെയ്യുന്നത് അവരായിരിക്കും വിജയിക്കാൻ പോകുന്നത്. ഓക്കെ, ഹായ്, ഞാൻ ശ്രുതി. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കുറെ കാലമായി ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കായിരുന്നു. ഇപ്പോഴും എനിക്കറിയില്ല എങ്ങനെയാ ഇത് പറയണ്ടെന്ന്. എന്റെ ഉള്ളില് ഇപ്പം മൊത്തം സൂര്യ മാത്രാണ്. എനിക്ക് സൂര്യ എന്റെ ജീവിതകാലം മൊത്തം കൂടെ ലൈഫ് ലോങ് ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. സൂര്യ, ഐ ലവ് യു. ഒരു നിമിഷത്തേക്ക് അവ സീരിയസ് ആയിട്ട് എടുത്തിപ്പോ കൊണ്ടുപോയനെ വീട്ടിൽ. ഹായ് ചേട്ടാ, കൊറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഏട്ടനെ കാണണം, പരിചയപ്പെടണം എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഷോയ്ക്ക് വരാൻ തന്നെ കാരണം ഏട്ടൻ ഉണ്ടല്ലോ എന്നുള്ളതാണ്. എന്താ പറയാ, ഞാനിപ്പോ ഒരു PG സ്റ്റുഡന്റ് ആണ്. പഠിക്കാൻ കഴിയുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ പറയണമെന്നുള്ള വീട്ടില് പാരന്റ്സ് ചോദിക്കുക എന്താ പ്രശ്നം, പക്ഷെ എനിക്ക് ആരോടും പറയാൻ കഴിയില്ല. ഐ ലവ് യു ചേട്ടാ, ഐ ലവ് യു. ശ്രുതിയുടെ വിഷമം കണ്ട തട്ടിയെടുത്തില്ലേ? മോർ ദാൻ എനിത്തിങ് ഇൻ ദ വേൾഡ്, ഐ ലവ് യു. കൈ കടന്ന് വിറയ്ക്കുന്നത് കണ്ടാടാ പക്ഷേ മക്കളും ഇവിടെ ഉണ്ട്. അത് ഈ കൈയുടെ വിറയില് കണ്ടപ്പോ എന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് നിസ്സംശയം തെരഞ്ഞെടുക്കാം നമ്മുടെ ഏറ്റവും നല്ല പ്രൊപ്പോസൽ. രണ്ടുപേരും ഈക്വലി ഗുഡ് ആണെങ്കിലും ഒരു പടി കയറി ഇന്ന് ഡയലോഗ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട നീതു ആണ്. ഓക്കെ, ഗ്രേറ്റ് നീതു, സൂപ്പർ. അപ്പൊ നമ്മുടെ ഇത്രയും നേരം നിങ്ങളുടെ വെയിറ്റിംഗ് ലിസ്റ്റ് ഇരുന്ന നമുക്ക് ഇനി മത്സരിക്കാൻ നിങ്ങൾക്ക് ഇല്ല, പരിപാടിയൊക്കെ തീർന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളൊരു പ്രോത്സാഹന സമ്മാനം നൽകാൻ പോവാണ്. നന്നായിട്ട് ഉണരാൻ 4 വിഷ് മാട്രസ് നൽകുന്ന പില്ലോ ആണ്. പാലക്കാടൻ നാച്ചുറൽ നെല്ലരി റൈസ് ആണ് നമ്മുടെ സീനത്തേച്ചിക്ക്. ഓഡിയൻസിനോടുള്ള ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. നമ്മുടെ പെയ്തൊഴിയാതെ സീരിയലിൽ ആകാശ് പ്രണയിക്കുന്നത് ആരെയാണ്? ഉത്തരം പറയൂ. ശ്രേയ. ഓക്കേ, റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ. ഡിപ്പോൾ കാർ ഷാംപൂ നൽകുന്ന ഒരു കിടിലം സമ്മാനമാണ് കിട്ടുന്നത് ആമിനിക്ക്. അടുത്ത ചോദ്യം, പ്രേമപൂജ സീരിയലിലെ ഷാനുവിന്റെ അമ്മയുടെ പേരെന്ത്? ഫാത്തിമ. ഫാത്തിമ, റൈറ്റ് ആൻസർ. മുംതാസ് ഗോൾഡ് പ്രീമിയം ബിരിയാണി റൈസ് നൽകുന്ന ഒരു സമ്മാനം. അപ്പൊ പ്രേക്ഷകരെ, നിങ്ങൾ ഒട്ടും സമയം കളയുന്ന നേരെ പോയി KSFE ഹാർമണി ചെട്ടികളിൽ ചേരുന്ന 100 പേർക്ക് സിംഗപ്പൂരിലേക്കുള്ള ഒരു യാത്ര സമ്മാനമായി ലഭിക്കുന്നു. ശരി, പറഞ്ഞോളൂ. എന്റെ പേര് നീതു, ഞാനൊരു ഹൗസ് വൈഫാണ്. ഇവിടെ കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലെവൽ 5ലേക്ക് മത്സരിക്കാൻ നമ്മുടെ അനിത എത്തിയിട്ടുണ്ട്. എന്റെ പേര് നീതു. എന്റെ പേര് വിജയ്. അതിന്റെ പേര് സൂര്യ. അനിത എവിടെ പോയി? ആര്യേച്ചിയോട് ചോദിക്കണോ? ഇതാരാ ഇത്? പേരാമ്പ്രയിൽ നിന്ന് വന്ന പോരാളി നീതു. ഇതാ സിബിനെ തച്ചുമാറാക്കിയിരിക്കുന്നു. എന്റെ മുത്തേ, എന്റെ ചേട്ടാ, ഇവിടെ കൊണ്ടുവന്നതിന് 1000 നന്ദി. അതായത് ഇത്ര നേരം വിജയ് ഇറക്കിയിരിക്കുന്ന ഡൂക്ലി ഐറ്റങ്ങളാണെങ്കിൽ ഇപ്പോ വിജയ് ഇറക്കിയിരിക്കുന്നത് ഒരു വമ്പൻ ഐറ്റത്തിനെയാണെന്ന് എനിക്ക് മനസ്സിലായി. കണ്ടാ, ചെവിയിൽ തൂക്കിയിട്ടിരിക്കുന്ന റോക്കറ്റിന്റെ കളഞ്ഞുപോയ ഭാഗങ്ങളൊക്കെയാണ്. ആടിപ്പൊളിയാണ് ചേച്ചി. അപ്പൊ ലെവൽ 5ൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ടോട്ടൽ 75,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ്. 25,000 രൂപ വിലമതിക്കുന്ന AC യോടൊപ്പം
നേരത്തെ കഴിഞ്ഞ 50,000 രൂപയുടെ സമ്മാനങ്ങൾ നേടി ലെവൽ 5 വിജയിക്കാൻ പോകുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഒരു സ്പൂൺ ഉണ്ട്, ഇവിടെ ഒരു ബോൾ ഉണ്ട്. നിങ്ങൾ ആ സ്പൂൺ കടിച്ചു പിടിക്കുക, അതിലെ ബോൾ ബാലൻസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പണ്ട് കണ്ടിട്ടില്ലേ, ഈശ്വര ഇങ്ങനെ കറങ്ങി- ആ ഇതിങ്ങനെ ഇരിക്കണം. അങ്ങനെ ആദ്യം ആരാണോ നിർത്തുന്നത് അവരായിരിക്കും വിജയി. Your time starts now. അന്ത ബോൾ കീഴെ പോയാച്ച് ബോട്ടിൽ പോയി ഞാൻ എടുത്തു തരാം. ചേച്ചി പതുക്കെ ടെൻഷൻ ഇല്ലാതെ ചെയ്താൽ മതി. ചറ പറ, ഇത് എന്റെ വായിക്കാത്തല്ല ഇടേണ്ട ബോൾ. നമ്മൾ ജയിക്കണം. 75,000 രൂപയുടെ സമ്മാനം. കാം 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 കാം. കുഴപ്പമില്ല. സ്ട്രൈറ്റ് ആയിട്ട് പാവപ്പെട്ട നീതു ചേച്ചി ജയിക്കാനായിട്ട് ആ കുടുംബത്തിന്റെ പ്രാരാബ്ദം മുഴുവൻ ഇന്നത്തെ സമ്മാനം കൊണ്ട് ജയിക്കാൻ പ്രിയപ്പെട്ടവരെ കൈയടിക്കും. One more. Please. Yeah! Dia ജയിച്ചേ! അങ്ങനെ 75,000 സമ്മാനങ്ങളും നേടി മുമ്പോട്ട് പോവുകയാണ് ദിയ. അങ്ങനെ നമ്മുടെ അഭിമാനമായ ദിയ ജയിച്ചിരിക്കുന്നല്ലേ അളിയ? ഒരു നാണമില്ല അല്ലേ നീ? അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ, ഈ വണ്ടി നിറയെ 75,000 rupees worth സമ്മാനങ്ങൾ. ഇതാ പിടിക്ക്. ഓജസ്സും തേജസ്സുമുള്ള ഒരു ക്രൈറ്റ്. ദിയക്ക് ഒരു കുറവുണ്ട്. എന്താടാ? ഞാനും കൂടെ അവിടെ വേണമായിരുന്നല്ലേ? വേണ്ട.